ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കുക്കിംഗ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് അയല മീനാണ് വറക്കാനാണ്. അപ്പോൾ ഞാൻ നല്ല മസാലയൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ട്. മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കേട്ടോ, മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയേ. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പം നമുക്ക് ഇന്നിട്ട് ഇത് വറക്കാനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനാണ് ഒരു 3 സ്പൂൺ എണ്ണയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മീനൊക്കെ ഒന്ന് എടുത്തിടാമേ. ഒത്തിരി എണ്ണ ചൂടാകുന്നതിന് മുമ്പ് മീൻ ഇടണം കേട്ടോ. ചൂടായി വന്നു കേട്ടോ. അപ്പോൾ ഇനി അവസാനം ഒരു സ്പെഷ്യൽ സാധനം ഇടാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ അടച്ച് വെച്ചാട്ടോ മീൻ അടച്ച് വെച്ച് ചെറിയ തീയിൽ. നമുക്ക് മീൻ ഉൾഭാഗമൊക്കെ വേവണമെങ്കിൽ ചെറിയ തീയിൽ വെക്കണം കേട്ടോ. തവയൊക്കെ ചൂടായി എണ്ണ ചൂടായി കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെക്കും കേട്ടോ. അപ്പം നമുക്ക് മറിച്ചിടാനായേ. അപ്പം നമുക്കൊന്ന് മറിച്ചിടാം. ആയിട്ടുണ്ട് കേട്ടോ. ഉൾഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെച്ച മസാല തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇട്ടാണ് ഞാൻ മിക്സ് ചെയ്തേക്കുന്നത്, ഉപ്പ് പാകത്തിന്. അപ്പം നിങ്ങൾ ഇതുപോലെ മീൻ വറുക്കുമ്പം നമുക്ക് ഓവറായിട്ട് എരിവൊന്നും നമ്മൾ മീൻ വറുക്കുമ്പോൾ ഇടരുത്. അപ്പോൾ ചിലർക്കത് കഴിക്കാൻ പറ്റത്തില്ല. കുട്ടികളുള്ളടത്താണെങ്കിൽ എരിവൊന്നും നമുക്ക് അധികം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം പാകത്തിന് എല്ലാം ഇടാവുള്ളൂ. ഉപ്പ് നോക്കണം. നമ്മൾ മസാലയൊക്കെ തിരിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ ഉപ്പ് നോക്കണം, പാകമാണോ. കുറച്ച് കുറവിട്ടാൽ കുറഞ്ഞു പോയെങ്കിൽ നമുക്ക് പിന്നീട് ഇടാൻ പറ്റും. ഇനി നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനം ഇടാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അതെന്നറിയോ, ടേസ്റ്റ് കൂട്ടാൻ നമുക്ക് വെച്ച് കരിവേപ്പില കേട്ടോ. നമ്മൾ മീൻ വറുക്കുമ്പോൾ ഇച്ചിരി കരിവേപ്പില മുകളിൽ കൂട്ടൊന്ന് ഇട്ടേ, മീനിൻ്റെ ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നിങ്ങൾ മീൻ വറുക്കുമ്പം മീൻ അടച്ചു വെച്ച് വേവിക്കും. എൻ്റെ മീനിൻ്റെ മസാലയും കുരുമുളകിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ തുറന്ന് വെച്ചാൽ അതെല്ലാം അങ്ങ് പോകും. നമുക്കിന്ന് ജസ്റ്റ് ഒരു മീൻ വറുക്കം മീൻ മാത്രമേ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പം നിങ്ങൾ ഇതൊക്കെ ഇട്ട് ആ ചെറിയ തീയിൽ അടച്ചു വെച്ച് മീൻ വറുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഏകദേശം മീനൊക്കെ ആയി കേട്ടോ. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കുക്കിംഗ് റെസിപ്പീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കണം. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. അപ്പോൾ താങ്ക് യു.